അതാ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നന്നായി സ്വലാത്ത് ചൊല്ലണം. വെറും സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് മാത്രമായില്ല, ആ സ്വലാത്ത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയതിന്റെ ലക്ഷണമായി, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലാനുള്ള മാർഗമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, ഹൃദയം തുറന്ന് ചിന്തിക്കണോ, നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് ഈ ചോദ്യചരങ്ങളങ്ങ് കടന്നു ചെന്നാൽ നമ്മളെ ഈമാന് രക്ഷപ്പെട്ടു കിട്ടി. ആ നിലക്ക് കടന്നു കിട്ടാൻ അല്ലാഹു സഹായിക്കട്ടെ. ഇയാള് വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, മതാ അകൂനു മുഅ്മിനാ, നബിയേ ഞാൻ എപ്പോഴാണ് ഒരു മുഅ്മിനായി മാറുന്നത്? എനിക്കൊരു സ്വാദിഖായ മുഅ്മിനാകണോ, ഒരു യഥാർത്ഥ വിശ്വാസിയാകണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ അഹ്ബബ്തല്ലാഹ്, നീ അല്ലാഹുവിനെ ഹബ്ബ് വെച്ചാലേ മോനെ നീ ഒരു മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹുവിനെ നന്നായി ഹബ്ബ് വെക്കണോ? അദ്ദേഹം ചോദ്യം തുടരുന്നു, മതാ ഉഹിബ്ബുല്ലാഹ്, ഞാൻ എപ്പോഴാണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാകുന്നത്? എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള വഴി എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇദാ അഹ്ബബ്ത റസൂലഹു, നീ അല്ലാഹുവിന്റെ റസൂലിനെ ഹബ്ബ് വെച്ചാലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചാലാണ്. അയാള് വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, വമതാ ഉഹിബ്ബു റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്നവരാകുന്നത്? നമ്മളൊക്കെ ഹബ്ബിനെ ബാധിക്കുന്നു, നബി തങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നു. എന്നാൽ എപ്പോഴാണ് ഞാൻ ഒരു യഥാർത്ഥ മുഹബ്ബായി മാറുന്നതെന്ന് ഈ സ്വഹാബി നബി തങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോ 4 മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, കൽബിരുത്തി ചിന്തിക്കണോ? ഇതൊന്നും ചെയ്യാതെ ഹബീബായ നബി തങ്ങളോട് ഹബ്ബുണ്ടെന്ന് പറയുന്നത് കേവലം വാചാടോപമല്ലാതെ, വെറുതെ പറയലല്ലാതെ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് മഹബ്ബത്തിന്റെ മധുരം ലഭിക്കണമെങ്കിൽ, ഈമാനിന്റെ മാധുര്യം നുകരണമെങ്കിൽ, ഈ നിലക്കുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബിലേക്ക് പ്രസരിക്കണോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴാണ് നല്ലൊരു മുഹിബ്ബാകുന്നത്, നബി തങ്ങളെ നന്നായി ഇഷ്ടപ്പെടുന്നവനാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദത്തബഅത ത്വരീഖതഹു, ഒന്നാമത്തെ മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികളെ നീ പിന്തുടരണോ? എങ്ങനെയാണ് നബി തങ്ങൾ ജീവിച്ചത്? നബി തങ്ങളുടെ സമീപനങ്ങൾ എങ്ങനെയാണ്? ഒരു പ്രശ്നം വരുമ്പോൾ നബി തങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത്? നിന്റെ ജീവിതചര്യകൾ നബി തങ്ങളുടെ ചര്യകളാകണോ? നബി തങ്ങളുടെ ചര്യയും നിഷ്ഠയും നിന്റെ ജീവിതത്തിന്റെ പ്രമേയമാകണോ? എങ്ങനെയാണ്
നബിതങ്ങൾ കുടുംബത്തോട് പെരുമാറിയത്, നീ അത് പഠിക്കണോ. മക്കളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് പഠിക്കണോ. നബിതങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്ന് പഠിക്കണോ. നബിതങ്ങളുടെ സംസാരം എങ്ങനെ എന്ന് പഠിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതികളെ പഠിക്കണോ. എന്നിട്ട് നബിതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴിയിലും നിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മാതൃകയായി നബിതങ്ങളെ എപ്പോഴാണോ നീ കാണുന്നത്, എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണോ. രണ്ടാമത് നബിതങ്ങൾ പറയുന്നു, വഇദസ്തഅമൽത സുന്നതഹു, നബിതങ്ങളെ സുന്നത്തുകളെ മുറുകെ പിടിക്കണോ. വലിയ ആശിഖീകളാണെന്ന് പറയുന്നു, സ്വലാത്ത് ചൊല്ലാറുണ്ടെന്ന് പറയുന്നു. ആ സ്വലാത്ത് നിന്റെ ഖൽബിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ അടയാളമാണ് മോനെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നബിതങ്ങളെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം താടി വെക്കുന്നതെന്തിനാണ്? ആധുനിക മോഡേൺ ക്രമത്തിന്റെ ട്രെൻഡിനൊത്ത് താടി വെച്ചതല്ല. എന്റെ ഹബീബായ മുത്തുനബിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്റെ താടി. ആ താടി കണ്ട് നബിതങ്ങൾ സന്തോഷിക്കുകയാണ്. മറ്റേതെങ്കിലും ട്രെൻഡിന് വേണ്ടിക്കൊണ്ട് താടി വെച്ചാൽ അത് നബിതങ്ങളെ സുന്നത്ത് കിട്ടോ കിട്ടൂലേ എന്ന് നിന്റെ കൽബിരുത്തി ചിന്തിക്കണോ. ഒരു തൊപ്പി വെക്കുമ്പോ ഇതെന്റെ ഹബീബായ നബിതങ്ങളെ സുന്നത്താണെന്ന ബോധ്യം വേണോ. ഓരോ സുന്നത്തുകളും മുറുകെ പിടിക്കണോ. വലത്തേതിനെ മുന്തിക്കണം. എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി ചൊല്ലണം. നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോ എല്ലാ നല്ല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്. രാവിലെ ദിനം പുലരുന്നത് മുതൽ, ഒരു ദിവസത്തിന്റെ ആരംഭം മുതൽ ആ ദിവസത്തിന്റെ കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ നൂറുകണക്കിന് സുന്നത്തുകൾ ചെയ്യാനുള്ള സൗഭാഗ്യമുള്ളവനാണല്ലോ ഒരു വിശ്വാസി. ആ സുന്നത്തുകളെ മുഴുവൻ നമ്മൾ മുറുകെ പിടിക്കണോ. എത്ര സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് 15 സുന്നത്തുകൾ കിട്ടും. അതിലൊന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഒരു സുന്നത്താണ്. ബാത്റൂമിൽ കയറുമ്പോ ഇടതുകാല് വെച്ചാൽ 2 സുന്നത്താണ്. ചെരുപ്പ് ധരിച്ചാൽ 3. ആ ചെരുപ്പ് ധരിക്കുമ്പം വലത് ചെരുപ്പ് ആദ്യം ധരിച്ചാൽ 4. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇസി എന്ന ദുആ ചൊല്ലിയാൽ 5. ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇടത്തുകാലിൽ ചാരണം കൊടുത്താൽ 6. ബാത്റൂമിൽ നിന്ന് തന്നെ ഇതെല്ലാം നിർവഹിച്ച് ബ്രഷ് ചെയ്യുന്ന സമയത്ത് 7. ആ ബ്രഷ് വലത് കൈയിൽ പിടിച്ചാൽ 8. ആ ബ്രഷ് ചെയ്യുന്നത് വലത് ഭാഗം കൊണ്ട് തുടങ്ങിയാൽ 9. ബാത്റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ വലത് കാല് മുന്നോട്ട് വെച്ചാൽ 10. മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി ലദാ വഅഫാനി എന്ന് ചൊല്ലിയാൽ 11. മാത്രമല്ല അല്ലാഹുമ്മ തഖിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന ദിക്ർ ചൊല്ലിയാൽ 12. ചെരിപ്പൂരി വെക്കുന്ന സമയത്ത് ഇടതുകാലൂരി വെച്ചാൽ 13. തലമറച്ചാൽ 14. ബാത്റൂമിലേക്ക് കയറുമ്പോ തലമറച്ചാൽ 14. വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ധരിച്ചാൽ 15. അങ്ങനെ തുടങ്ങിയ സുന്നത്തുകൾ നൂറുകണക്കിന് സുന്നത്തുകൾ ചെയ്യാം. നബിതങ്ങളെ ഓർത്തുകൊണ്ട് ഈ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ നീ ഒരു യഥാർത്ഥ മുഹിബ്ബായി മാറുമെന്ന്, ഒരു സാലിഹായ സ്വാദിഖായ മുഅ്മിനായി മാറുമെന്ന് നബിതങ്ങൾ പറയുന്നു. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വഅഹബബത ബിഹുബ്ബിഹി, മോനെ നിന്റെ ഇഷ്ടങ്ങളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമാകണോ. നബി തങ്ങൾ അരുതെന്ന് പറയുന്നത് ചെയ്യരുതേ.
നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖദഇ. നബി തങ്ങൾ അതാ മുടി വെട്ടുന്നത് രണ്ട് ഭാഗത്തൊക്കെ പഠിച്ചുകൊണ്ടുള്ള വെട്ടൽ നബി തങ്ങൾ വിരോധിച്ചതല്ലേ? അങ്ങനെ വെട്ടാൻ പാടില്ല, ഹറാമാണെന്ന് നബി തങ്ങൾ പറഞ്ഞതല്ലേ? അത് ഇഷ്ടപ്പെടാൻ പാടില്ല, തോന്നിവാസങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല, ഹറാമിലേക്ക് നിന്റെ നോട്ടമുണ്ടാകരുത്. നിന്റെ എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഹബീബായ നബി തങ്ങളെ ഇഷ്ടമാകണോ? നബി തങ്ങൾ ദേഷ്യപ്പെടുന്നതൊക്കെ നീയും ദേഷ്യപ്പെടണോ? നബി തങ്ങളുടെ ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഷ്യവുമെല്ലാം നിന്റെ ഇഷ്ടവും ദേഷ്യവുമായി മാറണോ? അഞ്ചാമത്തേത് നബി തങ്ങൾ ചേർത്ത് പിടിച്ചതെല്ലാം നീ ഏറ്റെടുക്കണോ? ആറാമത്തത് നബിതങ്ങളെ ശത്രുത പുലർത്തിയതിനോട് നീ ശത്രുത പുലർത്തണോ? നബിതങ്ങളെ മാറ്റി നിർത്തിയതിനെ നീ മാറ്റി നിർത്തണോ? അത് നബിതങ്ങളോട് ഇഷ്ടമുള്ളതിന്റെ ലക്ഷണമാണ്. ശേഷം നബിതങ്ങൾ പറയുന്നു വയതഫാവത്തുന്നാസു ഫിൽ ഈമാനി അലാ ഖദ്രി തഫാവുതിഹിം ഫീ മഹബ്ബതി. ഈമാനിലുള്ള ഏറ്റ വ്യത്യാസം എന്നോടുള്ള മഹബ്ബത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നോട് ഹുബ്ബ് കൂടുതലുള്ളവർക്ക് ഈമാൻ കൂടുതലുണ്ട്, എന്നോട് സ്നേഹം കുറഞ്ഞവർക്ക് ഈമാനും കുറവുണ്ട്. വയതഫാവതൂന ഫിൽ കുഫ്രി അലാ ഖദ്രി തഫാവുതിഹിം ഫീ ബുഅദി. എന്നോടുള്ള വെറുപ്പിന്റെ കാഠിന്യമനുസരിച്ച് കാഫിരീങ്ങളുടെ കുഫ്രിയത്തിലും ഏറ്റ വ്യത്യാസമുണ്ട്. എന്നോട് വെറുപ്പുള്ളവൻ തീവ്രമായ കാഫിറാണ്, എന്നോട് അത്ര വെറുപ്പ് കുറഞ്ഞവന്റെ കുഫ്രിയത്തിലും കുറച്ച് കുറവാണ്. എന്നിട്ട് നബിതങ്ങൾ 3 തവണ പറയുന്നു അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. അലാ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലാ. അറിയണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമില്ലാത്തവർക്ക്, നബി തങ്ങളോട് ഇഷ്ടമില്ലാത്തവർക്ക് ഈമാനില്ല. വഹുബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി. എല്ലാ വിജയത്തിന്റെയും അസ്തിവാരം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹബ്ബത്ത് വർദ്ധിക്കാൻ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ ഒരു സ്വാദിഖായ മുഅ്മിനായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈമാനിന്റെ ഖദറിൽ വലിയ മാറ്റം വരും. അതിന് സ്വലാത്ത് നിമിത്തമാകണം. ധാരാളം നമ്മൾ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പിന്തുടർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ സാമീപ്യമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കും.